ജെന്റിൽമാൻ നമ്മൾ ആട് ട്രെയിലർ റിയാക്ട് പോവാണ്. സോ പ്ലേ ചെയ്യട്ടാ, റിയാക്ഷൻ കിടക്കാം. പ്ലേ. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്ന് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാർന്നവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. മൈസൂർ റോക്കറ്റ്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. My words. This bridge is going to change our fortunes. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്മ ഇത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി ഇത് പിടി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആശാൻ ആളുകളെ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചിഗുവേരേ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. വയലൻസ് വേണ്ടത് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ടവൻ കേൾക്കണം. വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. No sentiments, no compromise. പാർട്ട് 1 ഇല്ല, നോക്ക് വൺ ലാസ്റ്റ് റൈഡ്. ഇവിടെ നോക്കി പാർട്ട് 1 അടുത്ത പാർട്ട് 2 വലിയ കഥയായിരിക്കും. ട്രെയിലർ. അതായിരുന്നു നിങ്ങളുടെ ട്രെയിലർ റിയാക്ഷൻ. ട്രെയിലറെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ ആട് 1 ആട് 2 കണ്ട പോലെ അല്ലേ, കുറച്ചും കൂടെ വേറൊരു രീതിയിലുള്ള പരിപാടിയാണ്. കുറച്ചും കൂടെ വലിയ ലാർജ് സ്കെയിലുള്ള പരിപാടിയാണ്. ആൻഡ് ഇത് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ആ പഴയ കാലം പുതിയ കാലം. പക്ഷെ ഞാൻ ഒരു ആട് 3 ഒരു 2 പാർട്ടായിട്ടുള്ള സീരീസ് ഒന്ന് ട്രെയിലർ വരുമ്പോഴാണ് അറിയണത്. സോ അതെങ്ങനെ ഇനി ചിലപ്പോൾ അടുത്ത ഈ ദുരന്തം ഇറക്കിയ പോലെ ഇവർ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഷൂട്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ചിലപ്പോൾ ലെങ്ത് തികയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ ഡ്യൂറേഷൻ കൂടി ഉണ്ടായിരിക്കും 2 പാർട്ടാക്കിയത്. അതതിന്റെ അടുത്തടുത്ത് തന്നെ ഇത് റിലീസ് ചെയ്യും. സോ ഇത് തിയേറ്ററിൽ കണ്ടാൽ മാത്രം ഇത് എങ്ങനെയാണ് ഇനി ആട് നമ്മളെ 1 2 പോലെ തന്നെയാണോ അതേപോലെയാണോ, കുറച്ച് വേറെ ജോണറാണ്. പക്ഷെ അതൊരു വൈബ് അവസാനം ഈ ട്രെയിലറിൽ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ട്രെയിലറിന്റെ ആ ഒരു ഭാഗത്തുള്ള ബീജും കൽസും കാര്യങ്ങളും ഷാഡോമാ മാത്രമല്ല വേറെ ആളും കൂടെ ഉണ്ട് സ്കോർ ചെയ്യാൻ. സോ എല്ലാം കൂടെ ടെക്നിക്കലി നല്ല ക്രിഡിലായിട്ട് വരട്ടെ. എന്താ പറയാ, തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. സോ ഇതായിരുന്നു എനിക്ക് ട്രെയിലർ കണ്ടിട്ട് പറയാനുള്ളത്. ഇതൊക്കെയാണ് തിയേറ്റർ നമ്മൾ പടം കണ്ടാലേ എന്നൊക്കെ പറയാൻ പറ്റും. ട്രെയിലർ വാസ് ഗുഡ്. കിടിലായിരുന്നു.